പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കമസലി ഐസിൻ അജബൽ കുഫാറു നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ വമൽ ഹയാത്തുദ് ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലേ, പുതുമഴയത്ത് മുളച്ചതായ ഒരു സസ്യം പോലെയാണ്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴത്തുള്ളി വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് സസ്യം ഇങ്ങനെ മുളച്ചു വരും. പിന്നെ ആ സസ്യം ഇങ്ങനെ വളർന്നു വന്ന് അതിനൊരു മഞ്ഞനിറം ബാധിക്കാനുണ്ട്. ഒരു കാറ്റടിച്ചു അല്ലേ, വെറും മടക്കി പിടിച്ച കൈകളുമായി കരയാൻ മാത്രം അറിയുന്ന രീതിയിൽ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ മനുഷ്യൻ. അവന്റെ ക്രൗളിംഗ് സ്റ്റേജ് എഴിഞ്ഞു നടക്കുന്ന പ്രായം കഴിഞ്ഞ്, മുട്ടുകുത്തി നടക്കുന്ന പ്രായം കഴിഞ്ഞ്, ബാല്യത്തിന്റെ, ശൈശവത്വത്തിന്റെ, യൗവനത്തിന്റെ, യുവത്വത്തിന്റെ പടവുകളേന്തി അവൻ മധ്യവയസ്കതയും കടന്ന വാർദ്ധക്യത്തിലെത്തുകയാണ്. ഈ സമയത്ത് ആ സസ്യത്തിനെ കാറ്റടിച്ച് വീശിയ പോലെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്ത് ഹമീം സജദ 11-ാമത്തെ ആയത്തിലൂടെ കുൽ, നബി അവരോട് പറഞ്ഞുകൊള്ളുക റസൂലേ, യതവഫാകും മലകുൽ മൗതില്ലദീ വുകില ബികും, നിങ്ങളെ മരിക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണോ ആ മലക്ക് നിങ്ങളുടെ റൂഹ് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മനുഷ്യന്റെ ആ പ്രായത്തിൽ കൊണ്ടുപോകുന്നത്, ഇനി ആ പ്രായത്തിനൊന്നില്ല. അപ്പൊ നമ്മൾ ചുരുങ്ങിയത് മനസ്സിലാക്കി, ഇങ്ങനെ സ്റ്റേജുകൾ തരണം ചെയ്തു പോകുന്ന ജീവിതമാണ് മനുഷ്യന്റെ. ആ ജീവിതത്തിനിടയ്ക്കുള്ള ഒരല്പസമയം മാത്രമേ ഉള്ളൂ ഒരാളുടെ യൗവന കാലഘട്ടം, അതല്ലെങ്കിൽ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലേ, വില്യം ഷേക്സ്പിയർ തന്റെ ദി വേൾഡ് എ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പോയട്രിയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു ആക്ട്രസ്സാണ്, അവനൊരു അഭിനേതാവാണ്, അവൻ ഒരു ജീവിതത്തിൽ 7 സ്റ്റേജുകൾ അഭിനയിച്ച് കടന്നു പോകുന്നവരാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, അവന്റെ 7 സ്റ്റേജുകളെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത്, ഒന്ന് നീന്തിക്കളിക്കുന്ന ഒരു പ്രായഘട്ടമാണ്. പിന്നെ പറയുന്നുണ്ട് അവൻ പിച്ച വെച്ച് നടക്കുന്ന ഒരു സ്കൂൾ ബോയിയായി മടി കാണിക്കുന്ന, അങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചപ്പോ അല്ലെ, ആ 7 സ്റ്റേജുകളിലെ വെറും ഒരു സ്റ്റേജ് മാത്രമാണ് ഒരാളുടെ യുവത്വ കാലഘട്ടം. പക്ഷേ അതൊരു ഗോൾഡൻ പീരീഡ് ആണ്, ഒരു സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. എന്നാൽ ആ സുവർണ കാലഘട്ടം പാഴാക്കുന്നവരാണ് സമൂഹത്തിൽ അധികം ആളുകളും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ജീവിതത്തിന്റെ ഉന്നമനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമത്തിലാണ് മനുഷ്യൻ. ഒരാളുടെ യുവത്വ കാലഘട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആളുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഒരു പ്രായഘട്ടമാണ്. പഠനമായി ജീവിതത്തിന്റെ കാലഘട്ടങ്ങളായി ആ പഠന പുരോഗമനങ്ങളുമായി മുന്നോട്ട് പോയി ഈ കാലഘട്ടം അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇതിനിടക്ക് അവൻ ചെയ്യാത്തതായ തെറ്റുകൾ ഉണ്ടായിരിക്കുന്നില്ല. ഇങ്ങനെയാണ് ഒരാളുടെ യുവത്വ കാലഘട്ടം കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ ചിന്തിക്കേണ്ടുന്നതാണ്. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ്. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പോ ഒരു ആദം സന്തതിക്ക് അവന്റെ കാൽപാദം ചലിപ്പിക്കണമെങ്കിൽ 5 കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ അവന്റെ കാൽപാദം ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 കാര്യങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞില്ലേ, നിന്റെ ആരോഗ്യം, നിന്റെ ഒഴിവ് സമയം, അല്ലെ നിന്റെ ആരോഗ്യം, നിന്റെ ഒഴിവ് സമയം, നിന്റെ ആയുസ്, ഇതൊക്കെ എന്തിൽ ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കുമ്പോ എന്താ നമ്മൾ മറുപടി പറയുക? എന്താ നമ്മൾ മറുപടി പറയുക? ഒരു നല്ലൊരു പ്രായഘട്ടം യുവത്വം അള്ളാഹു നൽകിയിട്ട് ഇത് കളഞ്ഞു മുടിച്ചാൽ പിന്നീട് തിരിച്ചു കിട്ടാൻ പറ്റുമോ? നമ്മൾ സാധാരണ ദാവത്തിനൊക്കെ ഇറങ്ങിത്തീരുമ്പോ നമ്മുടെ പ്രായം വന്ന കാരണവന്മാര് പറയലുണ്ട്, അല്ലേ, ഞങ്ങളും ചെറുപ്പകാലഘട്ടത്തിൽ നല്ല അധ്വാനിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്ന് മനസ്സിന്റെ ഒരു വിഷമം പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് അന്നൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് ഇപ്പോൾ ഞങ്ങൾ സങ്കടപ്പെടുന്നു എന്ന് പരാതിപ്പെടുന്ന ആളുകളുണ്ട്. കഴിഞ്ഞു പോയാൽ പിന്നെ തിരിച്ചു കിട്ടുന്നില്ല. ലോകം കണ്ട സൗഭാഗ്യങ്ങൾ അഖിലവും അടക്കി ഭരിച്ച നായകന്മാർക്ക് പോലും
ആ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളും ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഭൂസ്വത്തുകളുമാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേടിയെടുക്കുന്ന വലിയ സൗഭാഗ്യമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവിടെ മനുഷ്യൻ അബദ്ധം പറ്റി എന്ന് പറഞ്ഞതാരമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരൻ അറിയുമോ നിങ്ങൾക്ക്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരൻ തന്റെ 54-ാമത്തെ വയസ്സിൽ ഹോസ്പിറ്റലിന്റെ 4 ചുവരുകൾക്കുമിടയിൽ മരണക്കിടയിൽ കിടക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: എന്റെ യൗവനം എനിക്ക് പാഴായി പോയിരിക്കുന്നു, എന്റെ യൗവനം എനിക്ക് പാഴായി പോയിരിക്കുന്നു, എന്റെ യൗവനം എനിക്ക് പാഴായി പോയിരിക്കുന്നു. ഇത് അദ്ദേഹം പറയുമ്പോ ആരാ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നറിയുമോ? ഇരട്ട പൗരത്വം ഉണ്ടായിരുന്ന 2 രാഷ്ട്രങ്ങളുടെയും പാസ്പോർട്ട് കയ്യിലുണ്ടായിരുന്ന, അമേരിക്ക തന്റെ ജീവിതം പന്ത് തട്ടി കളിച്ച, ജർമ്മനി തന്റെ ജീവിതം പന്ത് തട്ടി കളിച്ച ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാരുടെ മുഴുവനും അമീറായി വിരാജിച്ചു വന്നിരുന്ന ഒരു ശാസ്ത്രകാരൻ പറയുന്നത്: എനിക്കെന്റെ യൗവനം പാഴായി പോയി. അഥവാ എന്റെ യുവത്വ കാലഘട്ടം എങ്ങാനും എന്നിലേക്ക് തിരിച്ചു വരുന്നുവെങ്കിൽ ഒരു ശാസ്ത്രകാരനായിട്ടല്ല, ഒരു നായകനായിട്ടല്ല, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ചോ ഒരു ഫുട്പാത്തിലെ തെരുവ് കച്ചവടക്കാരനായി എന്റെ യുവത്വ കാലഘട്ടം ചെലവഴിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് എന്റെ സഹോദരന്മാരെ, ഈ സമം MC² എന്ന് പറയുന്ന മുദ്രാവാക്യം ലോകത്തിന് സമർപ്പിച്ച ഓഗസ്റ്റ് 6-നും 9-നും ഹിരോഷിമയും നാഗസാക്കിയും ബോംബ് തുപ്പിയപ്പോ ഇന്ന് 3,70,000-ഓളം ആളുകൾ നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായി മാറി ഇന്ന് സമൂഹത്തിന് മുമ്പിൽ സാക്ഷിയായിരിക്കുമ്പോ അതിനുള്ള കാരണക്കാരൻ ആരാണെന്നറിയാം? ഇതേ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അന്ന് ട്രൂമാന്റെ കാതിൽ മന്ത്രിച്ചു, നമ്മുടെ ശാസ്ത്രപുരോഗമനം ഒന്ന് പരീക്ഷിച്ചാലോ. അതിന്റെ പേരിൽ പരീക്ഷണങ്ങൾ നടത്തിയപ്പോ, കത്തിച്ചു ചാമ്പലാക്കി മാറ്റിയപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു പോയേക്കാം. ഇത്ര സൗഭാഗ്യങ്ങൾ കിട്ടിയാലും, ഇത്ര അനുഗ്രഹങ്ങൾ ഭൗതികത എന്ന രീതിയിൽ തങ്ങളുടെ കൈകളിൽ വന്ന് കിട്ടിയാലും അദ്ദേഹം പറയുന്നില്ല, എനിക്കത് നഷ്ടമാണ്, എനിക്കത് പാഴായി പോയി. എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഇനി എനിക്ക് ശാസ്ത്രകാരനാവണ്ട, എനിക്ക് നേതാവാകണ്ട, എനിക്ക് പ്രശസ്തി വേണ്ട, എനിക്കൊരു ഫുട്പാത്തിലെ തെരുവ് കച്ചവടക്കാരനായി എനിക്ക് ജീവിച്ചാൽ മതി എന്നൊരു മനുഷ്യൻ പറയുന്നുവെങ്കിൽ പിന്നെ വിരാജിച്ചിട്ടെന്ത് കാര്യം? എന്റെ സഹോദരന്മാരെ, ജീവിതം എന്നുള്ളത് 2 വിവാഹം കഴിച്ച് 2-ലും പരിപൂർണമായ പരാജയം ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ്. അപ്പൊ മനസ്സമാധാനം എന്നുള്ളത് അല്ലെ റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോ അങ്ങനെ നമ്മൾ വിനിയോഗിച്ചാൽ ഒരിക്കലും അതിനെ സംബന്ധിച്ച് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഖേദിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഈ ഒരു ഗോൾഡൻ പീരീഡ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ കഴിയുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പരലോകത്തെ പുണ്യം ലഭിക്കാൻ ഉതകുന്ന ഒരു കാലഘട്ടം അല്ലേ? അതിപ്പോ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. നാളെ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കുന്നവരെ എണ്ണി പറഞ്ഞപ്പോ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്: സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു. 7 ഭാഗം ആളുകൾ യുളില്ലുഹുമുല്ലാഹു, അവർക്ക് അല്ലാഹു തണലിട്ട് കൊടുക്കുകയാണ്. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു, അല്ലാഹുവിന്റെ തണലില്ലാതെ ഒരു തണലും തന്നെ ലഭിക്കാത്ത ദിവസം. 7 ഭാഗം ആളുകൾക്ക് മാത്രമായി അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണലിട്ട് കൊടുക്കുമ്പോ അതിൽ 2-മതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്: തന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാവാണ്. തന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാവാണ്. തങ്ങളുടെ യുവത്വ കാലഘട്ടം റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ചെലവഴിച്ചവരുണ്ടോ അവർക്കാണ് അല്ലാഹു തആല സിംഹാസനത്തിന്റെ തണലിൽ ഇട്ട് കൊടുക്കുന്നത് എന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ യുവത്വ കാലഘട്ടം പടച്ചവനെ ആരാധിക്കാനാണോ നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത്? പലപ്പോഴും നമുക്ക് മുമ്പിലുള്ള ഒരു ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ മദ്രസയിലൊക്കെ ഓതി പഠിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഓത്തുപള്ളി കാലഘട്ടങ്ങളിൽ ആളുകള് നമ്മൾ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു ശീലം ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ആരാധനകളൊക്കെ ഖുർആനോത്ത് നമ്മൾ ബഹിഷ്കരിക്കും, അല്ല അതൊക്കെ വിട്ടുപോയി നമ്മൾ ഇങ്ങനെ ജീവിതം തള്ളി നീക്കും. അവസാനം നമുക്കൊരു വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങുമ്പോൾ പള്ളിയിലെത്തി അപ്പൊ നമ്മൾ ഖുർആൻ ഇങ്ങനെ നീട്ടിപ്പിടിച്ച്, കണ്ണിനാണെങ്കിൽ തിമിരവും ബാധിച്ചു വിക്കി വിക്കി ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പൊ നമ്മൾ ഖുർആൻ എടുക്കുന്നു. പക്ഷെ ഇതിനിടയിൽ ഓതാൻ കഴിയുന്ന ഒരു കാലഘട്ടം നമ്മൾ മറന്നുപോയി. അന്ന് പലപ്പോഴും ആ ഖുർആൻ നമ്മൾ ഓതുന്നില്ല. അതുകൊണ്ട് തന്നെ അതുമുള്ള ബന്ധവും നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം. ഇബാദത്തിന്റെ കാര്യങ്ങളിൽ ഒരുപാട്
ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖം നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിന്റെ 30-ാമത്തെ സൂക്തമാണ്. നാളെ മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ നരകത്തിൽ വന്ന് കുമിഞ്ഞുകൂടുന്നത് കാണുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുന്നിൽ പരാതി പറയുന്ന ഒരു രംഗമാണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. വഖാല റസൂലു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ റബ്ബി എന്റെ നാഥാ, ഇന്ന ഖൗമി നിശ്ചയമായും എന്റെ ജനത ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അകന്ന കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാഥാ. എന്റെ സമൂഹം അവര് ഖുർആനിനെ അവഗണിച്ചു പോയി തമ്പുരാനെ. അതുകൊണ്ടാണ് അവർക്ക് ഈ നരകത്തിൽ ഇവർ വന്ന് പതിക്കാനുള്ള കാരണമെന്ന് പറയുമ്പോ അല്ലേ, തങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും ഖുർആൻ പഠിച്ചില്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ സമൂഹം നരകത്തിൽ വന്ന് കുമിഞ്ഞുകൂടാനുള്ള കാരണം അവര് ഖുർആനെ അവഗണിച്ചവരാണ്. സത്യത്തിൽ നമ്മളാണോ? നമ്മൾ ചിന്തിച്ച് നോക്ക്. ദിവസം ഖുർആൻ ഓതുന്ന എത്ര സഹോദരന്മാരുണ്ട് എന്റെ കൂട്ടത്തിൽ? ദിവസവും ഖുർആൻ ഓതുന്ന നമ്മളിൽ കുറവല്ലേ? അല്ലേ? ഖുർആൻ പഠിച്ചെത്ര ആളുണ്ട് എന്റെ കൂട്ടത്തിൽ? ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലോ. ഒരു ദിവസം 2 ആയത്ത് നമ്മൾ ഖുർആൻ പഠിച്ചാൽ 10 കൊല്ലം കൊണ്ട് നമുക്ക് 7300 ആയത്ത് പഠിച്ചൂടെ? ഖുർആനിലാകെ 6000 ചില്ലറ ആയത്തുകളല്ലേ ഉള്ളൂ. അപ്പൊ റിവിഷൻ സഹിതം പഠിക്കാനുള്ള സമയം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ജീവിച്ച ഓരോരുത്തർ എന്റെ മുമ്പിൽ ചിന്തിക്ക്. 10 കൊല്ലം നമുക്ക് വീണ് കിട്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഖുർആനെ